ലണ്ടനിലെ ചരിത്രമുറങ്ങുന്ന തെരുവുകളോ ന്യൂയോർക്ക് സിറ്റിയുടെ തിരക്കേറിയ സബ്വേകളോ സാൻ ഫ്രാൻസിസ്കോയുടെ കുന്നുകളോ ആകട്ടെ, ലോകത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ഇന്നൊരു ഭീഷണി നേരിടുന്നുണ്ട്: എലികൾ. മനുഷ്യവാസത്തിന് പേരുകേട്ട ഈ മെട്രോപൊളിറ്റൻ നഗരങ്ങൾ ഇപ്പോൾ അതിവേഗം റാറ്റ് സിറ്റീസ്, അതായത് എലി നഗരങ്ങൾ എന്ന വിളിപ്പേരിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. BBC പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ബ്രിട്ടനിലെ നഗരങ്ങൾക്ക് പുറമെ വാഷിംഗ്ടൺ DC, ആംസ്റ്റർഡാം, ടൊറന്റോ തുടങ്ങിയ നിരവധി ആഗോള നഗരങ്ങളിൽ എലികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഈ വർധനവിന് പിന്നിലെ പ്രധാന വില്ലൻ ആരാണെന്നും: കാലാവസ്ഥാ വ്യതിയാനം. പെസ്റ്റ് കൺട്രോൾ കമ്പനികളുടെ കണക്കുകൾ പ്രകാരം ബ്രിട്ടനിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ എലികളുടെ എണ്ണത്തിൽ 20% വർധനവുണ്ടായിട്ടുള്ളത്. കൃത്യമായ കണക്കെടുപ്പ് അസാധ്യമായതിനാൽ ബ്രിട്ടനിലെ എലികളുടെ എണ്ണം 10 ദശലക്ഷം മുതൽ 120 ദശലക്ഷം വരെ ആകാമെന്നാണ് നിഗമനം. ഈ പ്രതിഭാസം വെറും നഗര സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, മറിച്ച് ഒരു ഗുരുതരമായ ആരോഗ്യ, സാമ്പത്തിക, പാരിസ്ഥിതിക വെല്ലുവിളിയായി മാറുകയാണ്. എലികളുടെ എണ്ണത്തിലുള്ള വർധനവ് കേവലം ഭക്ഷണ ലഭ്യതയിലോ ശുചിത്വമില്ലായ്മയിലോ മാത്രം ഒതുങ്ങുന്നില്ല. ഇതിന് അന്തരീക്ഷ താപനിലയുമായി നേരിട്ട് തന്നെ ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തിലെ മുൻ ഗവേഷകനായ ഡോക്ടർ കോറിഗൻ, വിർജീനിയയിലെ റിച്ച്മണ്ട് സർവകലാശാലയിലെ ഗവേഷകരുമായി ചേർന്ന് നടത്തിയ പഠനത്തിലെ കണ്ടെത്തലുകൾ ഈ വിഷയത്തിൽ നിർണായകമാണ്. വടക്കേ അമേരിക്കയിലെ 16 പ്രധാന നഗരങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ ഈ പഠനം കഴിഞ്ഞ 7 മുതൽ 17 വർഷം വരെയുള്ള കാലയളവിലെ എലികളുടെ എണ്ണത്തിലുള്ള വ്യതിയാനവും പ്രാദേശിക താപനില വർധനവും തമ്മിൽ താരതമ്യം ചെയ്തു. സയൻസ് അഡ്വാൻസ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഈ കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വാഷിംഗ്ടൺ DC ഏകദേശം 400% വർധനവ്, സാൻ ഫ്രാൻസിസ്കോയിൽ ഏകദേശം 300% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ടൊറന്റോയിൽ ഏകദേശം 180% വർധനവും, ന്യൂയോർക്ക് സിറ്റിയിൽ ഏകദേശം 160% വർധനവായിരുന്നു. പഠനം നടത്തിയ ഭൂരിപക്ഷം നഗരങ്ങളിലും താപനില ഗണ്യമായി വർദ്ധിച്ചു. ചിലയിടങ്ങളിൽ വർധനവ് 2 ഡിഗ്രി സെൽഷ്യസിനും അധികമായിരുന്നു. താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് എലികളുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. എലികളെ സംബന്ധിച്ചിടത്തോളം താപനിലയിലെ വർധനവ്, പ്രത്യേകിച്ച് ശൈത്യകാലത്തെ താപനിലയുടെ വർധനവ്, പ്രത്യുൽപാദനത്തെ നേരിട്ട് സ്വാധീനിക്കുന്നു. എലികളുടെ പ്രജനന തോത് ചൂടുള്ള കാലാവസ്ഥയിൽ വർദ്ധിക്കുകയും തണുപ്പുള്ള കാലാവസ്ഥയിൽ കുറയുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ കടുത്ത തണുപ്പ് എലികളുടെ പ്രത്യുൽപാദന ചക്രത്തെ മന്ദഗതിയിലാക്കുകയും അവയുടെ മൊത്തത്തിലുള്ള എണ്ണം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ശൈത്യകാലം ചെറുതാവുകയോ താപനില കൂടുകയോ ചെയ്യുമ്പോൾ പ്രജനനം തടസ്സമില്ലാതെ തുടരുന്നു. വർഷം മുഴുവനും പ്രത്യുൽപാദനം നടത്താൻ കഴിയുന്ന ഈ ഒരു സാഹചര്യം എലികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ പോലുള്ള കാലാവസ്ഥാ ഗവേഷകരുടെ കൂട്ടായ്മകൾ പ്രവചിക്കുന്നതനുസരിച്ച് 2100 ആകുമ്പോഴേക്കും ആഗോള താപനില 1.9 ഡിഗ്രി സെൽഷ്യസിനും 2.1 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഈ താപനില വർധനവ് എലികളുടെ വർധനവ് ഇനിയും കൂട്ടുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. എലികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാന പങ്ക് വഹിക്കുമ്പോൾ തന്നെ നഗരങ്ങളുടെ പ്രത്യേകതകളും ഈ പ്രതിഭാസത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. ഒന്നാമതായി, അവിശ്വസനീയമായ പ്രത്യുൽപാദന ശേഷിയാണ്. എലികളെ അസാധാരണ ജീവികളെന്ന് വിശേഷിപ്പിക്കാൻ കാരണം അവയുടെ അതിവേഗത്തിലുള്ള പ്രത്യുൽപാദന ശേഷിയാണ്. ഒരു പെണ്ണെലിക്ക് ഒരു വർഷത്തിൽ സാധാരണയായി 6 തവണ പ്രസവിക്കാം. ഓരോ പ്രസവത്തിലും 12 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും. ഒരു പ്രസവം കഴിഞ്ഞ് 1.5 മാസത്തിനകം അവയ്ക്ക് വീണ്ടും പ്രജനനം ആരംഭിക്കാൻ സാധിക്കും. ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ചക്രം കൂടുതൽ വേഗത്തിലാകുന്നു. രണ്ടാമതായി, നഗരതാപ ദ്വീപ് പ്രഭാവം, urban heat island effect. നഗരങ്ങളിലെ കെട്ടിടങ്ങൾ, കോൺക്രീറ്റ് പാതകൾ, ടാറിട്ട റോഡുകൾ എന്നിവ ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ചൂടിനെ ആഗിരണം ചെയ്യുകയും പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് അർബൻ ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പ്രതിഭാസം നഗരങ്ങളെ ഗ്രാമങ്ങളെക്കാൾ ചൂടുള്ളതാക്കി നിലനിർത്തുന്നു. എലികൾക്ക് പ്രത്യുൽപാദനത്തിന് ഏറ്റവും അനുയോജ്യമായ താപനില ഇത് നൽകുന്നു. അതുകൊണ്ടാണ് ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിൽ എലികൾ പെരുകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്തത്, രക്ഷപ്പെടാനുള്ള സാമർഥ്യമാണ്. പിടിയിലകപ്പെടാതെ രക്ഷപ്പെടാൻ എലികൾ കാണിക്കുന്ന അതിജീവന സാമർഥ്യം എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ ഒരു കാരണമായി കണക്കാക്കുന്നു. കെണിയിൽ വീഴാതിരിക്കാനും വിഷം തിരിച്ചറിയാനുമുള്ള അവയുടെ കഴിവ് പെസ്റ്റ് കൺട്രോൾ വിദഗ്ധർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇവയുടെ സാമർഥ്യം മനുഷ്യർ അവയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ അധികാരികളെ പ്രേരിപ്പിക്കുന്നു. ഇനി ആരോഗ്യപരവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ കൂടി നോക്കാം. എലികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് നേരിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കപ്പുറം വലിയ പ്രത്യാഘാതങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. ഒന്ന്, ഗുരുതരമായ രോഗങ്ങളുടെ ഭീഷണി. മനുഷ്യരിലേക്ക് ഗുരുതരമായ രോഗങ്ങൾ പകർത്താൻ സാധ്യതയുള്ള ജീവികളാണ് എലികൾ. എലികളുടെ മൂത്രത്തിലൂടെയും അതുപോലെ കാഷ്ടത്തിലൂടെയും പകരുന്ന ലെപ്റ്റോസ്പൈറോസിസ് പോലുള്ള രോഗങ്ങൾ മരണത്തിന് വരെ കാരണമാകും. അഴുക്കുചാലുകളിൽ നിന്നും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലേക്ക് എലികൾ പ്രവേശിക്കുമ്പോൾ രോഗാണുക്കൾ അതിവേഗം പടരുന്നു. ന്യൂയോർക്ക്, ലണ്ടൻ പോലുള്ള നഗരങ്ങളിലെ പൊതുജനാരോഗ്യ വകുപ്പുകൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ്. അടുത്തത്, സാമ്പത്തിക നഷ്ടവും മലിനീകരണവും. എലികൾ കാർഷിക വിളകളെയും സംഭരിച്ച ധാന്യങ്ങളെയും നശിപ്പിക്കുന്നു. റെസ്റ്റോറന്റുകൾ, ഭക്ഷ്യവിതരണ ശൃംഖലകൾ, വെയർഹൌസുകൾ എന്നിവിടങ്ങളിൽ എലികൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ സാമ്പത്തികമായി വലിയ തിരിച്ചടിയാണ്. എലികൾ ഭക്ഷണ കേന്ദ്രങ്ങളെ മലിനപ്പെടുത്തുന്നത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുകയും ആരോഗ്യ വകുപ്പിന്റെ കർശന നടപടികൾക്ക്
കാരണമാകുകയും ചെയ്യും. കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതും വൈദ്യുതി ലൈനുകൾ കടിച്ചു മുറിക്കുന്നതും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇനി കാലാവസ്ഥാ വ്യതിയാനം എന്ന ആഗോള പ്രതിഭാസം പ്രാദേശികമായി എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് എലി നഗരങ്ങൾ. ന്യൂയോർക്ക് മുതൽ ലണ്ടൻ വരെയുള്ള നഗരങ്ങൾ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പുതിയ വഴികൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രതിവിധി കേവലം എലികളെ കൊല്ലുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് സത്യം. ഈ പ്രശ്നത്തിന്റെ മൂലകാരണം പരിഹരിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ പ്രതിരോധമാണ് അതിൽ ആദ്യം. ആഗോള താപനില വർധനവിന് നേരിടാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അടുത്തത് നഗര ശുചിത്വം. ഭക്ഷ്യാവശിഷ്ടങ്ങൾ പുറത്ത് നിക്ഷേപിക്കുന്നത് കർശനമായി തടയുക. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക. എലികൾക്ക് ഭക്ഷണം ലഭിക്കാനുള്ള സാധ്യത കുറയ്ക്കുക. ഇനി നഗരാസൂത്രണമാണ്. കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയിൽ എലികൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം എലി പ്രതിരോധിത സംവിധാനങ്ങൾ റാറ്റ് പ്രൂഫിംഗ് ഉൾപ്പെടുത്തുക. നവീന നിയന്ത്രണ രീതികളാണ് അടുത്തത്. പരമ്പരാഗത കെണികൾക്കും വിഷങ്ങൾക്കും പകരം എലികളുടെ പെരുമാറ്റം പഠിച്ച് ജനിതക നിയന്ത്രണം പോലുള്ള നവീന രീതികൾ പരിഷ്കരിക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും നഗരവൽക്കരണത്തെക്കുറിച്ചുമുള്ള മനുഷ്യന്റെ ചിന്തകളെ മാറ്റിമറിക്കാൻ ഈ എലിപ്പെരുപ്പം ഒരു മുന്നറിയിപ്പാണ്. ലോകമെമ്പാടുമുള്ള നഗരവാസികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ എലികളുമായുള്ള ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചേ മതിയാകും.